തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കത്തിപ്പടർന്ന ബി.ജെ.പി. ഡീൽ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് അസംബന്ധം പറയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് ഭരണം നിലനിർത്താനാണ് പിണറായിയുടെ ശ്രമമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം ആരോപിച്ചു. മുൻകാലങ്ങൾക്ക് സമാനമായി ബി.ജെ.പി. ഡീൽ തന്നെയാണ് ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയം. ഇത്തവണ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 10 മണ്ഡലങ്ങളിൽ CPM BJP ഡീൽ എന്നായിരുന്നു ആരോപണം. ആദ്യഘട്ടത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാതിരുന്ന ഭരണപക്ഷം കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടി ആരോപണം ഏറ്റെടുത്തതോടെ നിലപാട് കടുപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രതിരോധത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തത്. 2006 ഗോൾവാർക്കർ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി BJPയുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ ഡീൽ എന്തായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇതോടെ ആരോപണത്തിന് മുന പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചു. 1977 കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പ് മുതൽ പൂരം കലക്കൽ വരെ ഉയർത്തിയായിരുന്നു വി ഡി സതീശന്റെ പുതിയ ആരോപണം. ചരിത്രമറിയാതെയുള്ള അസംബന്ധമാണ് വി ഡി സതീശൻ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നത്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ UDF തയ്യാറല്ല. സഖാവ് പിണറായി വിജയൻ ആദ്യം നിയമസഭയിൽ എത്തിയത് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് അവസരത്തിനനുസരിച്ച് സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ, കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു പാർലമെന്റ് മെമ്പറെ BJPക്ക് ഉണ്ടാക്കി കൊടുത്തത് രഹസ്യ നീക്കല്ലേ. ഡീൽ ആരോപണങ്ങളിൽ കക്ഷി ചേരണമെന്നാണ് BJPയുടെ നിലപാട്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള BJP ഡീൽ ആരെ തുണക്കുമെന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചോദ്യം. മീഡിയ 1 തിരുവനന്തപുരം.